കേരളത്തിലെ പ്രളയത്തിൽ അല്ലെങ്കിൽ പ്രളയത്തിൻ്റെ വിഹ്വലതകളിൽ, ഉരുൾപൊട്ടലുകളിൽ മലയാളിക്ക് എന്തെങ്കിലും പങ്കുണ്ടോ എന്നതാണ് അന്വേഷണം. സൂര്യനുണ്ടായ കാലം മുതൽ, ഭൂമിയുണ്ടായ കാലം മുതൽ പ്രപഞ്ചത്തിൽ കാലാവസ്ഥാ വ്യതിയാനമുണ്ട്, ക്ലൈമാറ്റ് വേരിയബിലിറ്റി ഉണ്ട്. ചൂടും മഴയും വെയിലും തണുപ്പും മഞ്ഞും, ഗ്രീഷ്മവും വസന്തവും ഹേമന്തവും എല്ലാം, ശിശിരവും ഒക്കെ മാറി മാറി വരും. പക്ഷെ അതിന് നിയതമായ സമയമുണ്ട്, നിയതമായ കാലമുണ്ട്, നിയതമായ സ്ഥലമുണ്ട്. പക്ഷെ കാലദേശങ്ങൾക്ക് അതീതമായി സ്പേഷ്യോ ടെമ്പറൽ വേരിയേഷൻ എന്നൊക്കെ നമ്മൾ പറയും ശാസ്ത്രഭാഷയിൽ. സ്പേഷ്യോ ടെമ്പറൽ വേരിയേഷൻ നടക്കുന്ന സ്ഥലകാല വ്യത്യാസമുണ്ടാകുന്ന കാലാവസ്ഥാ മാറ്റത്തിൻ്റെ പുതിയ യുഗത്തിൽ നമ്മൾ താമസിക്കുമ്പോൾ ഈ പ്രളയത്തിലും വെള്ളപ്പൊക്കത്തിലും ഉരുൾപൊട്ടലിലും മനുഷ്യൻ്റെ പങ്ക് എത്ര എന്നുള്ളതും കൂടി ചർച്ച ചെയ്യണ്ടേ. 1342 ഇത്രയും പോപ്പുലേഷൻ ഇല്ലാതിരുന്ന സ്ഥലത്ത്, ഇത്രയും വികസന പ്രവർത്തനങ്ങൾ നടക്കാതിരുന്ന സ്ഥലത്ത്, ധാരാളം വയലുണ്ടായിരുന്നപ്പോൾ ഒക്കെ ഇവിടെ പ്രളയമുണ്ടായിട്ടുണ്ട്. കൊടുങ്ങല്ലൂർ പട്ടണം എടുത്തു പോയിട്ടുണ്ട്. കൊടുങ്ങല്ലൂർ പട്ടണത്തിലെ തുറമുഖം, ക്രാങ്ങല്ലൂർ പോർട്ട്, മുസിരീസ് എന്ന് പറയുന്ന കൊടുങ്ങല്ലൂർ പോർട്ട് തുറമുഖം എടുത്തുകൊണ്ട് പോയിട്ടുണ്ട് വെള്ളപ്പൊക്കം, പ്രളയം. 1924 പ്രളയം വന്ന് കേരളത്തെ വല്ലാതെ പിടിച്ചു കുലുക്കിയിട്ടുണ്ട്. ആയിരക്കണക്കിന് പേരാണ് അന്ന് മരിച്ചത്. കോടിക്കണക്കിന് രൂപയുടെ നഷ്ടമാണുള്ളത്. കണക്ക് പോലും നമുക്ക് കൃത്യമായി എടുക്കാൻ കഴിഞ്ഞില്ല. അന്ന് പക്ഷേ ഇത്രയും ഭൂവിനിയോഗ മാറ്റമില്ല. പക്ഷേ ഒരു പക്ഷേ ഉണ്ട്. ആ പക്ഷേ എന്ന് പറയുന്നത് 100 വർഷങ്ങൾക്കിടയിൽ, 50 വർഷങ്ങൾക്കിടയിൽ സംഭവിച്ചുകൊണ്ടിരുന്ന വെള്ളപ്പൊക്കവും പ്രളയവും ഉരുൾപൊട്ടലുമൊക്കെ ഇടയ്ക്കിടെ സംഭവിക്കുന്നു എന്നുള്ളതാണ് പുതിയ പ്രതിഭാസം. ആ ഇടയ്ക്കിടെ സംഭവിക്കുന്നതിൽ മനുഷ്യന് പങ്കുണ്ടോ എന്നുള്ളതാണ് ഗൗരവമായി അന്വേഷിക്കുന്നത്. ഇല്ല എങ്കിൽ വിട്ടേക്കുക. മനുഷ്യന് പങ്കില്ല എങ്കിൽ പിന്നെ ചർച്ചയില്ല. എങ്ങനെയും നമുക്ക് ഇഷ്ടമുള്ളത് ജീവിക്കാം. പക്ഷെ മനുഷ്യന് പങ്കുണ്ടെങ്കിൽ അത് ചർച്ച ചെയ്യണം. അന്തരീക്ഷത്തിൽ കാർബൺ ഡൈ ഓക്സൈഡ് കൂട്ടുന്നതിൽ മനുഷ്യന് പങ്കുണ്ടെന്നാണ് 1700 മുതൽ കഴിഞ്ഞ 325 വർഷക്കാലത്തെ നിരവധി പഠനങ്ങൾ പറയുന്നത്. ആഭ്യന്തരത്തിൽ നിന്ന് ആഭ്യന്തരം ഉപയോഗിക്കുന്ന കൽക്കരി മുതൽ, അത് പുറത്തുവിടുന്ന വാതകം മുതൽ, കാർബൺ ഡൈ ഓക്സൈഡ് മുതൽ, ഫോസിലുകളുടെയും പെട്രോളിൻ്റെയും സിമൻറ്റിൻ്റെയും എല്ലാ ഉപയോഗം കൊണ്ട്, ഡീസലിൻ്റെയൊക്കെ ഉപയോഗം കൊണ്ട്, മണ്ണെണ്ണയുടെയൊക്കെ ഉപയോഗം കൊണ്ട് അന്തരീക്ഷത്തിൻ്റെ താപനില ഉയരുന്നു എന്നാണ് പറയുന്നത്. കേരളത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ കേരളത്തിൽ 8 ലക്ഷം ഹെക്ടർ വയലുണ്ടായിരുന്നത് 1.5 ലക്ഷം ഹെക്ടറായി മാറിയപ്പോൾ വെള്ളം കെട്ടിക്കിടക്കാനുള്ള പ്രളയ സ്ഥലങ്ങളെല്ലാം ഇല്ലാതായി എന്നുള്ളതാണ് മറ്റൊരു വാദം. തോടുകൾ തൂർത്തു പോയപ്പോൾ, അല്ലെങ്കിൽ തൂർക്കാതിരുന്നപ്പോൾ, അതായത് തോടുകളെല്ലാം നിറഞ്ഞു പോയപ്പോൾ അതുണ്ടാക്കിയ ഒരു പ്രശ്നവും വളരെ വലുതാണ്. കാട് വെട്ടിയപ്പോഴുണ്ടാക്കിയ പ്രശ്നം വീണ്ടും കിടക്കുന്നു. കാവുകൾ നശിപ്പിച്ചപ്പോഴുള്ളതുണ്ട്. മിശ്രിത വിളകളിൽ നിന്ന് ഏകവിളകളിലേക്ക് മാറിയപ്പോഴുള്ള പ്രശ്നങ്ങളുണ്ട്. ബഹുതലങ്ങളിൽ, ബഹുനിലകളിൽ കാട്ടിൽ മരങ്ങളുണ്ടായിരുന്നപ്പോൾ അതിൽ ഓരോ നിലകളിലും തട്ടി മാത്രം താഴെ പുൽമേടുകളിൽ വെള്ളമെത്തിയിരുന്നപ്പോൾ ഉണ്ടായിരുന്ന ശക്തിക്കുറവ് മൂലം ഉരുൾപൊട്ടലും മണ്ണൊലിപ്പും കുറഞ്ഞിരുന്നുവെങ്കിൽ കാടെന്ന ആവാസ വ്യവസ്ഥയ്ക്ക് മാറ്റമുണ്ടായപ്പോൾ ഒരുപാട് വന്യമൃഗങ്ങളൊക്കെ നാട്ടിലേക്ക് ഇറങ്ങുന്ന രീതി വന്നു. അങ്ങനെ ഓരോ തരത്തിലെടുത്ത് നോക്കിയാൽ ഏത് സ്ഥലം, പിന്നെ റബ്ബർ, മാഞ്ചിയം, കൊക്കോ, കോഫി, തേയില തേക്ക് തുടങ്ങിയ ഏകവിളകൾ ഇവിടെ കൃഷി ചെയ്തതിൻ്റെ ദുരിതവും വളരെ വലുതാണ്. തന്നാണ്ട് വിളകൾ, അതായത് അതാത് വർഷങ്ങളിൽ വിളവെടുക്കുന്ന കപ്പ, ഇഞ്ചി, വാഴ തുടങ്ങിയ മണ്ണിളക്കമുള്ള കൃഷികൾ ചരിവ് ഭൂമിയിൽ ചെയ്തതും നമ്മുടെ പ്രളയത്തിൻ്റെ ആഘാതം കൂട്ടിയിട്ടില്ലേ. ഉരുൾപൊട്ടലിൻ്റെയും യാതൊരു ശാസ്ത്രീയ നിഗമനവുമില്ലാതെ ചരിവ് പ്രദേശങ്ങൾ ഉൾപ്പെടെ കെട്ടിടം നിർമ്മിക്കുന്നത് വീണ്ടും അതും വലിയൊരു ഉരുൾപൊട്ടലിന് കാരണമാക്കിയിട്ടില്ലേ. ഇത് ഗൗരവമായി ചർച്ച ചെയ്യണം. ഇത് ചർച്ച ചെയ്യുമ്പോഴാണ് കേരളത്തിലെ ഓരോ തുണ്ട് ഭൂമിയെയും കാർഷിക കാലാവസ്ഥാ രീതി അനുസരിച്ചുള്ള ഭൂവിനിയോഗങ്ങളും കാർഷിക മാർഗങ്ങളും എങ്ങനെ നമുക്ക് കൊണ്ടുവരാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ ചോദിക്കേണ്ട ചോദ്യം, നമ്മളോട് തന്നെ ചോദിക്കേണ്ട ചോദ്യം. ഈ ചോദ്യം ചോദിക്കാതിരുന്നാൽ വലിയ പാതകമായിരിക്കും നമ്മൾ ചെയ്യുന്നത്. അതുകൊണ്ട് അന്തരീക്ഷത്തിലേക്ക് കാർബൺ ഡൈ ഓക്സൈഡ് വിടുന്നതായാലും, കാർബൺ മോണോക്സൈഡ് അയക്കുന്നതായാലും, മീഥേൻ വിടുന്നതായാലും, ഞാനീ പറഞ്ഞതുപോലെ ഇടനാടൻ കുന്നുകൾ ഇടിച്ചതായാലും,
ഭൂവിനിയോഗത്തിൽ വന്ന മാറ്റമായാലും പിന്നെ തണ്ണീർത്തടങ്ങളും കുളങ്ങളും ഒക്കെ നികത്തിയതിൻ്റെ കഥയായാലും തോടുകൾ തൂർത്തതിൻ്റെ കഥയായാലും എല്ലാം സംഭവിക്കുമ്പോൾ വളരെ വലിയ പ്രതിസന്ധിയിലാണ് മലയാളി നിൽക്കുന്നത്. അപ്പോൾ ഇടയ്ക്കിടെ പ്രളയമുണ്ടാക്കുന്നതിൽ, ഉരുൾപൊട്ടുണ്ടാക്കുന്നതിൽ നമ്മളുടെ പ്രവർത്തികൾ കൂടി കാരണമാകുന്നില്ലേ എന്നൊരു ചർച്ച കേരളത്തിൽ തുടങ്ങി വയ്ക്കണം. മഴ നമുക്ക് പ്രണയമായിരുന്നു, നമുക്ക് നല്ല രസകരമായ മഴയുണ്ടായിരുന്നു, പവിഴ മഴയായിരുന്നു, മുത്തുമഴയായിരുന്നു. അതിന്ന് പ്രളയമഴയായി മാറിയിട്ടുണ്ടെങ്കിൽ നമ്മൾ വളരെ ഗൗരവതരമായി ഈ വിഷയം ചർച്ച ചെയ്യപ്പെടണം. കേരളത്തിലെ പ്രളയത്തിൽ നമ്മുടെ പങ്കെത്ര, അത് ഗൗരവമാണ്. ലോകത്തും മനുഷ്യൻ്റെ പങ്കെത്ര എന്നുള്ളത് ചർച്ച ചെയ്യുന്നു. ഇവിടെയും ചർച്ചകൾ നടക്കണം. നമുക്കെന്തെങ്കിലും പങ്കുണ്ടെങ്കിൽ നാം തിരുത്തുക തന്നെ വേണം. ഒരു മരം മുറിച്ചാൽ അത്രയും തണൽ കുറയും. അപ്പോൾ എന്തായാലും നമ്മളുടെ ഇടപെടൽ അതിൻ്റേതായ രൂപത്തിൽ മൈനറായെങ്കിൽ മൈനർ, ചെറുതെങ്കിൽ ചെറുതായിട്ടെങ്കിലും ഭൂമിക്ക് പരിക്കേൽക്കും. അല്ലെങ്കിൽ നമുക്ക് തന്നെ പരിക്കേൽക്കുന്ന നിലയിൽ കാര്യങ്ങളുടെ ഒരു ആവാസ വ്യവസ്ഥ ഉണ്ടാകും പുതുതായി. ഇത് മനസ്സിലാക്കിക്കൊണ്ടുള്ള പുതിയൊരു ജീവിതശൈലി, പുതിയ ഒരു പ്രവർത്തന ശൈലി കൊണ്ടുവരാൻ നമുക്ക് കഴിയുമോ? അപ്പോഴും പ്രളയം വരും, മഴ വരും, ശിശിരം വരും, വസന്തം വരും, ഹേമന്തം വരും, ഗ്രീഷ്മം വരും, ചൂട് വരും, മഞ്ഞ് വരും, മഞ്ഞ് വീഴ്ച വരും, ഉരുൾപൊട്ടൽ വരും, വെള്ളപ്പൊക്കം എല്ലാം വരും. പക്ഷേ അതിൻ്റെ ആഘാതം കുറവായിരിക്കും, വരുന്ന ഇടവേളകൾ വലുതായിരിക്കും.